ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ നാടൻ ചായക്കടകളിൽ ഉണ്ടായിരുന്ന പപ്പടവടയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് പച്ചരിയാണ് എടുത്തേക്കുന്നത്. നന്നായി കഴുകി മിനിമം 6 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അതല്ലെങ്കിൽ തലേ ദിവസം രാത്രി വെള്ളമൊഴിച്ച് സോക്ക് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇനി ഇത് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം. കണ്ടോ, നമ്മുടെ ദോശയുടെയൊക്കെ ബാറ്റർ പോലെ ഈ ഒരു തിക്നെസ്സാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ 1 പിഞ്ച് ഉപ്പ്, 1/4 ടീസ്പൂൺ കായം പൊടി ആഡ് ചെയ്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. ഉപ്പ് ശരിക്കും ആഡ് ചെയ്യണമെന്നില്ല, കാരണം പപ്പടത്തിൽ തന്നെ അത്യാവശ്യം ഉപ്പുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതിയാവും കേട്ടോ. ഇപ്പം ഇതെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കറുത്ത എള്ള് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എള്ള് കുറച്ചുകൂടെ ആഡ് ചെയ്യാം കേട്ടോ. പപ്പടവടയിൽ എള്ള് കൂടുതലാകുമ്പോഴാണ് കാണാൻ ഭംഗി. എനിക്കത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് കുറച്ച് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബാറ്റർ സെറ്റാണ്. ഇനി പപ്പടം ഞാനിവിടെ 10 എണ്ണം എടുത്തിട്ടുണ്ട്. പപ്പടം വറുക്കാൻ എടുക്കുമ്പം ജസ്റ്റ് ഒന്ന് കുടഞ്ഞ് തട്ടി കൊടുക്കാറുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പം പപ്പടത്തിലെ എക്സസ് ആയിട്ടുള്ള പൊടി മാറി കിട്ടും. പപ്പടം വറക്കുമ്പം പഫി ആയിട്ട് വരുമല്ലോ, പക്ഷേ പപ്പടവട നല്ല സ്റ്റിഫായിട്ടായിരിക്കും ഇരിക്കുക. അതുകൊണ്ട് ഒരു ഫോർക്ക് യൂസ് ചെയ്ത് പപ്പടത്തിൻ്റെ എല്ലാ പോർഷനിലും ചെറിയ രീതിയിൽ ഹോൾസ് ഇട്ട് കൊടുക്കാം. അതുപോലെ പപ്പടവട ഉണ്ടാക്കുന്നതിൻ്റെ മുൻപ് പപ്പടം ഒന്നുകിൽ വെയിലത്ത് വെച്ച് എടുക്കോ ഫ്രീസറിൽ വെച്ചിട്ടോ വറക്കണം. ഇല്ലെങ്കിൽ പപ്പടം ഇങ്ങനെ കുഴഞ്ഞു കിടക്കും, സ്റ്റിഫായിട്ട് കിട്ടില്ല. ഇനി പപ്പടം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ചൂടായ കടായിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലും യൂസ് ചെയ്യാം കേട്ടോ. ഓയിൽ നന്നായി ചൂടായി വരുമ്പം ബാറ്റർ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പപ്പടം ഡിപ്പ് ചെയ്ത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഉള്ളിലേക്ക് ഫ്രൈ ആയി കിട്ടില്ല. ഏകദേശം 40 സെക്കൻഡോളം എടുക്കും ഒരു സൈഡ് ഫ്രൈ ആയി കിട്ടാനായിട്ട്. ചിലർ അരി കുതിർത്ത് ബാറ്റർ ഉണ്ടാക്കുന്നതിന് പകരം റോസ്റ്റ് ചെയ്ത അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പം പപ്പടും ബാറ്ററും സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. ഇതിപ്പം ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഫ്ലിപ്പ് ചെയ്ത് കൊടുത്ത് മറ്റേ സൈഡും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഫുൾ പപ്പടമല്ലാതെ ഹാഫാക്കി കട്ട് ചെയ്തിട്ടും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ പപ്പടവട റെഡിയാണ്. ഓയിൽ സ്ട്രെയിൻ ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. കുറച്ച് നേരം ഇരിക്കുമ്പം ഒന്നുകൂടെ ക്രിസ്പിയാവും. ഇതുപോലെ ബാക്കിയുള്ള പപ്പടം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വൈകുന്നേരം ചായയുടെ കൂടെ ക്രിസ്പി ആയിട്ടുള്ള പപ്പടവട ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ലൊരു മഴയും കൂടെ ഉണ്ടെങ്കിൽ നൊസ്റ്റാൾജിക്ക് വേറെ എങ്ങും പോകണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. റെസിപ്പിയും വീഡിയോയും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അതുപോലെ റെസിപ്പീസ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെയോ ഫേസ്ബുക്ക് പേജിലൂടെയോ സജസ്റ്റ് ചെയ്യാം കേട്ടോ. കൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം പേജും വാട്സാപ്പ് ചാനലും ഫോളോ ചെയ്യാനും മറക്കരുതേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. താങ്ക് യു.